പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്കെതിരായ മൊഴി മാറ്റി സാക്ഷികൾ 2 പേരാണ് മൊഴി മാറ്റിയത്. ഇതോടെ 8 പേരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. സാക്ഷികൾ മൊഴി മാറ്റി പറഞ്ഞത് കേസിനെ ബാധിക്കില്ലെന്നും പ്രതികൾക്കെതിരായ ശക്തമായ ശാസ്ത്രീയ തെളിവുകളുണ്ടെന്നും ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ പറഞ്ഞു. ഇന്ന് പോലീസിനോട് പറഞ്ഞവരും ചാനലുകാരോട് പറഞ്ഞതിൽ നിന്നും ഒരു 2 പേര്, ഒരു ഭാര്യയും ഭർത്താവുമാണ്. ശിവരാജൻ എന്ന് പറഞ്ഞൊരു 75 വയസ്സുള്ള റിട്ടയർ എംപ്ലോയിയും അയാളുടെ ഭാര്യയും. അവരൊന്ന് ഇത് കണ്ടതാണ് എന്ന് പറഞ്ഞിട്ടാണെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ അയാൾ വീട്ടിലേക്ക് ഈ കൃത്യത്തിന് ശേഷം കയറി കണ്ടു എന്ന് പറഞ്ഞ ആൾക്കാർ ഞാൻ 3-4 ദിവസമായിട്ട് അയാളെ കാണാൻ ശ്രമിച്ചു. മിനിയാന്ന് കണ്ടപ്പോൾ സാർ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാനൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. നമുക്ക് സയൻറ്റിഫിക് എവിഡൻസ് ഇഷ്ടം പോലെയുണ്ട്. കുറ്റകൃത്യം പ്രൂവ് ചെയ്യാനായിട്ടുള്ള സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ട്, മറ്റ് സാഹചര്യ തെളിവുകളും സാക്ഷികളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെയൊന്നും അല്ല ഇപ്പോൾ പലരും പറയുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പേടിച്ചിട്ടൊന്നുമില്ല, കോടതിയിൽ വന്ന് നിൽക്കാനുള്ളൊരു മെനക്കേട്. ഇനി ഒരാൾ പറഞ്ഞത് ഇയാളെങ്ങാനും ജയിലിൽ ചാടി വന്നാലും ഞങ്ങളെ കൊന്നാലോ എന്ന്, ഇതൊക്കെ ഓരോ തോന്നലുകളല്ലേ. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് കൂറുമാറിയതുകൊണ്ടൊന്നും പറ്റില്ല, കേസിനൊന്നും പറ്റില്ല. അത് നമ്മുടെ DIG സാറ് SP സാറൊക്കെ അത് മോണിറ്റർ ചെയ്ത് പോകുന്നുണ്ട്. ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ. ഇക്ബാൽ, 2 പേരാണ് മൊഴി മാറ്റിയത്. ഇത് കേസിനെ ബാധിക്കില്ലെന്ന് തന്നെയാണോ അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത്? അതായത് ഈ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമര സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തുന്ന ദിവസം അയൽവാസികളെ ഭീഷണിപ്പെടുത്തുന്നത് കണ്ടെന്നും അതിനുശേഷം ഈ കൊലപാതകത്തിന് ശേഷം ചെന്താമര വനത്തിലേക്ക് ഒളിവിൽ പോകുന്നത് കണ്ടെന്നും നേരത്തെ ആദ്യഘട്ടത്തിൽ പോലീസിന് മൊഴി നൽകിയ 2 സാക്ഷികളാണ് ഇപ്പോൾ പോലീസിനോട് തന്നെ മൊഴി മാറ്റി പറഞ്ഞിട്ടുള്ളത്. ചെന്താമരയ്ക്കെതിരെ അതിശക്തമായിട്ടുള്ള കുറ്റപത്രം തയ്യാറാക്കുകയാണ് പോലീസ്. ഇതിന്റെ ഭാഗമായാണ് സാക്ഷികളിൽ നിന്ന് വീണ്ടും മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി അന്വേഷണ സംഘം തയ്യാറായത്. ഈ മൊഴി രേഖപ്പെടുത്തുന്നതിനിടയിലാണ് 2 പേർ, ബോയനഗർ സ്വദേശികൾ തന്നെയായിട്ടുള്ള 2 പേർ ഇത്തരത്തിൽ മൊഴി മാറ്റി പറഞ്ഞിട്ടുള്ളത്. തങ്ങൾക്ക് ഒന്നും തന്നെ അറിയില്ല എന്ന രീതിയിലുള്ള മൊഴിയാണ് ഇവർ അന്വേഷണ സംഘത്തിന് മുമ്പാകെ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ 2 പേർ മൊഴി മാറ്റിയത് കൊണ്ട് തന്നെ ഈ കേസിന് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും സംഭവിക്കില്ല എന്നാണ് ഇപ്പോൾ കേസിനെ അന്വേഷണത്തിന് ചുമതല നൽകുന്ന ആലത്തൂർ DYSP എൻ മുരളീധരൻ വ്യക്തമാക്കുന്നത്. കാരണം ഇനിയും നിരവധി സാക്ഷികളുണ്ട്. ആ സാക്ഷികളുടെ രഹസ്യമൊഴി ഉൾപ്പെടെ ദിവസത്തിനകം അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ പോലീസ് രേഖപ്പെടുത്തും. ഇതിനു വേണ്ടിയുള്ള അനുമതിക്ക് വേണ്ടി പോലീസ് കോടതിയെ തന്നെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ശാസ്ത്രീയ തെളിവുകളുണ്ട്, സാഹചര്യ തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൊഴി മാറ്റിയത് കൊണ്ട് മാത്രം ഈ കേസ് ഒരിക്കലും ദുർബലപ്പെട്ടു പോവില്ല. പ്രതിക്കെതിരെ ശക്തമായിട്ടുള്ള തെളിവുകൾ നിരത്തിക്കൊണ്ട് തന്നെ പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള എല്ലാ നീക്കങ്ങളും പോലീസിന്റെ ഭാഗത്ത് നടത്തുമെന്നാണ് ഇപ്പോൾ ആലത്തൂർ DYSP എൻ മുരളീധരൻ വ്യക്തമാക്കിയിട്ടുള്ളത്.